ആദ്യം തന്നെ വൈകിയെത്തിയിൽ ഞാൻ ക്ഷമ വഹിക്കുന്നു. പിന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ ഈ 125ാമത് വാർഷികം ആഘോഷിക്കുന്ന തളിക്കൽ LP സ്കൂളിനോടും പിന്നെ ഇതിൻ്റെ ഭാരവാഹികളോടും എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദിയും അതുപോലെ തന്നെ ആശംസകളും നേരും. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ KC ജോസ്, വേദിയിൽ നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ ശ്രീ S അജിത് കുമാർ, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ആദിലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയങ്കരനായ ശ്രീ K ഷാജി സാർ, വേദിയിലുള്ള ശ്രീമതി അജിത കുമാരി, ശ്രീമതി ഷൈനി സജീവ്, ശ്രീ T ഷൗക്കത്ത്, മെമ്പർ ശ്രീ P അനിൽകുമാർ, CPI ലോക്കൽ സെക്രട്ടറി ശ്രീ M സജാദ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ K ഷിബു, PCC ജനറൽ സെക്രട്ടറി മുൻ അഡ്വക്കേറ്റ് കട്ടിടത്തിൽ സുലൈമാൻ, IUMLൻ്റെ നേതാവ് ശ്രീ MA റഹീം, ശ്രീ തടിക്കാട് സയ്യിദ് ഫൈസി, ശ്രീ രമേശൻ ദേവതോട്ടം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ ലിജു ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള അധ്യാപകരെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്നേഹിതരെ, തടിക്കാട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ കഴിഞ്ഞ 125 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ സ്വാഗതപ്രാസംഗികം ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കുടിപ്പള്ളിക്കൂടം ആയി പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് നമ്മുടെ ഇളമുളയ്ക്കൽ പഞ്ചായത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രൈമറി സ്കൂൾ അംഗനവാടികളിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 10-12 കുഞ്ഞുങ്ങളുള്ള അംഗനവാടിയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അംഗനവാടിയുടെ അതിൻ്റെ അന്തരീക്ഷമാകെ മാറ്റുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമുക്കിന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ ഗവൺമെൻറ് ആണെങ്കിലും പ്രാദേശിക ഭരണ സംവിധാനമായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിലും വലിയ പ്രാധാന്യമാണ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ടാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക മാത്രമല്ല, മുഴുവൻ കുഞ്ഞുങ്ങൾക്കും സാർവത്രിക സൗജന്യ വിദ്യാഭ്യാസം എന്ന വാക്ക് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്
സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒരു വിദ്യാർത്ഥി, ഒരു കുഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, പഠിക്കാൻ പോകാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ച കേരളം കാണാൻ കഴിയില്ല. അത്ര നല്ല ശ്രദ്ധയാണ് ഗവൺമെൻറ് മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ മനസ്സിലടക്കം. ആ നിലയിലേക്ക് കേരളം മാറാൻ കഴിഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ശ്രദ്ധാപൂർവമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. അങ്ങനെ കേരളത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ രാജ്യത്തിന് മുന്നേ കഴിയുന്ന തരത്തിൽ, രാജ്യത്തെ ഏത് സംസ്ഥാനത്തേക്കാൾ മുന്നിൽ നമുക്കെത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടിപ്പള്ളിക്കൂടത്തിൽ നിന്ന് ആരംഭിച്ച് വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ പല ഘട്ടങ്ങളിൽ ഇടപെടൽ. ഞാനിവിടെ തൊട്ടടുത്ത് ഷാജി സാറിനോട് സംസാരിക്കുകയായിരുന്നു. 125 വർഷക്കാലം പിന്നിടുന്ന ഈ വിദ്യാലയം സ്വാഭാവികമായും പഴയ ഏതെങ്കിലും കുടുംബങ്ങളോ ഏതെങ്കിലും മത പ്രസ്ഥാനങ്ങളോ ആരംഭിച്ച ഒരു വിദ്യാലയമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. അപ്പോൾ അത് വളരെ വളരെ ശരിയായിരുന്നു. അദ്ദേഹം തിരക്കിയപ്പോൾ ഇവിടുത്തെ ഒരു പുരാതനമായിട്ടുള്ള ഒരു കുടുംബം അവരുടെ സംഭാവനയാണ് ഇന്ന് കാണുന്ന വിദ്യാലയമായി മാറാൻ ഈ സ്കൂളിനെ പ്രേരിപ്പിച്ചത്. നമ്മുടെ പൊതു സ്ഥാപനങ്ങളെല്ലാം, അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളാണെങ്കിലും അംഗനവാടികളാണെങ്കിലും അതുപോലെ ഇതുപോലുള്ള ചെറിയ പ്രൈമറി സ്കൂളുകളാണെങ്കിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന എല്ലാ പൊതു പ്രസ്ഥാനങ്ങളെയും സമൂഹത്തിൻ്റെ മുൻകൈയിൽ പല വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരായിരുന്ന അത്തരം പശ്ചാത്തലമുള്ള കുടുംബങ്ങളുടെ എല്ലാം സംഭാവനയായി ഉയർന്നു വന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളെ ശ്രദ്ധിക്കാൻ പൊതുസമൂഹം നല്ല താല്പര്യമെടുക്കുന്നത്. ഇവിടെ ഇത്ര വർഷത്തെ പഴക്കമുള്ള ഒരു വിദ്യാലയം എന്ന നിലയിൽ ഈ 125ാം വാർഷികം ആഘോഷിക്കുന്ന നിങ്ങളുടെ ഈ ഘട്ടത്തിൽ നിങ്ങൾ കാണേണ്ടുന്ന കാര്യം, ഈ സ്കൂളിൽ ഇന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിച്ചേ മതിയാവൂ എന്ന ചിന്തയാണ്. ഞാനിത് പറയാൻ കാരണം, നിരവധി സ്കൂളുകൾ, ഞാനവിടെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ ആ ഓഫീസ് റൂമിലെ ബോർഡിൽ നോക്കിയിട്ടുണ്ട്. പ്രീ പ്രൈമറി എല്ലാം കൂടെ 42 കുട്ടികളാണ് അതിൽ കാണാൻ കഴിയും. അല്ലേ ടീച്ചറെ? അല്ലേ? ശരിയല്ലേ? കണക്ക് മൊത്തം കൂട്ടി നമ്മൾ സർക്കസ് ഒന്നും കാണിക്കരുത്. ഞാൻ ചോദിച്ച പ്രീ പ്രൈമറിയുടെ കാര്യമാണ്. 175 കുട്ടികളാണ് LP സ്കൂളിലുള്ളത്. ഒരു ക്ലാസ്സിൽ ഒന്നിലധികം ഡിവിഷൻ അതിൽ കണ്ടില്ല. ഉണ്ടോ? ഇത് നല്ല കാര്യം.